ഇതോ അംഗം. ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം. നല്ല അടാർ മുട്ടൻ പണി കിട്ടി അശ്വന്ത് ഗോക്ക് സാറിന്. അശ്വന്ത് ഗോക്ക് സാർ ടർബോയെ കുറിച്ചിട്ട റിവ്യൂവിൽ പുള്ളിങ് പോരാ എന്നായിരുന്നു തമ്പനിയിലുള്ള ടൈറ്റിൽ. അശ്വന്ത് ഗോക്ക് സാറിൻ്റെ റിവ്യൂവിന് നല്ല പുള്ളിങ് ആയിരുന്നു. ഒരു 5-6 ലക്ഷമൊക്കെ ആയതായിരുന്നു. ഒരു 10 ലക്ഷം മുട്ടേണ്ടതായിരുന്നു. ഒരു $300, ഒരു 10-25,000 രൂപ കിട്ടേണ്ടതായിരുന്നു. എന്നാൽ വന്നു പണി. ഇന്നലെ 8ൻ്റെ പണി എവിടുന്ന വന്നത്? കാര്യത്തിലേക്ക് കിടക്കാം. വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കഞ്ഞിയിൽ ആരെങ്കിലും മണ്ണ് വാരിയിട്ടാൽ നമ്മൾ മലയാളികൾ എന്താ ചെയ്യുക? വേറെ എന്തെങ്കിലും വാരിയിടാം. അത് അവനവൻ്റെ ചോയ്സാണല്ലേ. അത്രയേ ഉള്ളൂ കാര്യം. മറ്റുള്ളവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടൽ ശരിയല്ല. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കഞ്ഞിയിലും വരും മറ്റെന്തെങ്കിലുമൊക്കെ. ടർബോ എന്ന സിനിമ സകല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് അതിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ്, ട്രെയിലർ വാച്ച്, IMDb റേറ്റിംഗ്, ഫസ്റ്റ് ഡേൻ്റെ എക്സ്ട്രാ ഷോസ്, ഫസ്റ്റ് ഡേൻ്റെ കളക്ഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ റെക്കോർഡുകൾ സൃഷ്ടിച്ച് നല്ല പണം വാരിക്കൊണ്ട് മുന്നേറുമ്പോൾ ഇങ്ങനെയുള്ള റിവ്യൂ ഇട്ട് എന്താ പറയുക, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലല്ലോ ബ്രോ. മലയാളികൾ തന്നെയല്ലേ ഈ സിനിമ കണ്ടിട്ട്, പ്രേക്ഷകർ തന്നെയല്ലേ ഷോക്കേറ്റതുപോലെ തുള്ളി കളിക്കുന്നതും ഡാൻസ് കളിക്കുന്നതൊക്കെ. അത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് ചിരിയും വരില്ല, കരച്ചിലും വരില്ല. നിങ്ങൾക്ക് എന്തിൻ്റെ പ്രശ്നം? പോലെ ഡോക്ടറേയും കാണിക്കേണ്ടതല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ പണിയിൽ ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ച് പറയട്ടെ, ഞാൻ വളരെയധികം സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേരുകയാണ്. ഇത് മുമ്പേ കിട്ടേണ്ടതായിരുന്നു. അല്പം വൈകിപ്പോയി. ഈ ബുദ്ധി എന്താ ദാസാ നേരത്തെ തോന്നാഞ്ഞേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് വിജയ. ഈ മമ്മൂട്ടി കമ്പനി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമ്പനയിലുണ്ടല്ലോ, നമ്മൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോൻ്റെ ആ തമ്പനയിൽ ഈ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് ഒരു വേർഡാണ് ഇടുക. അപ്പോൾ ഇതിൽ പുള്ളിങ് പോരാന്ന് പറഞ്ഞാൽ തമ്പനയിലിട്ട് അതിൽ ടർബോയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതങ്ങനെ ഇടാൻ പാടില്ല ഒരു സിനിമേൻ്റെയും. അത് വെച്ചിട്ട് മമ്മൂട്ടി കമ്പനി ഒരു സംഭവം, ഒരു കോപ്പിറൈറ്റ് ക്ലെയിം അങ്ങ് കൊടുത്തു യൂട്യൂബിന്. അപ്പോൾ യൂട്യൂബ് അശ്വന്ത് ഗോക്കിനോട് പറഞ്ഞ്, മോനെ മാറ്റിക്കോ, രക്ഷയില്ല, നീ കുറേ ആയില്ലേ നക്കുന്നു, ഇനിയും നക്കണമെങ്കിൽ ആ വീഡിയോ മാറ്റിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരുടെ കഞ്ഞിയിൽ മണ്ണും മറ്റു പലതും വാരിയിട്ടിട്ട് നക്കുന്നവ യൂട്യൂബർമാരുടെ കൂട്ടത്തിൽപ്പെട്ടവരുടെ രാജാവാണ്. അപ്പോൾ യൂട്യൂബ് ഇത് പറഞ്ഞപ്പോൾ അശ്വന്ത് ഗോക്ക് രാത്രിക്ക് രാത്രി പേടിച്ച് വിറച്ച് ആ വീഡിയോ മെല്ലെ അങ്ങ് റിമൂവ് ചെയ്തു. പാവം. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ ഗോക്കെ അതിൻ്റെ ഒരു വിഷമം? നമ്മുടെ വീഡിയോ പൊളിയുമ്പോൾ 5-6 ലക്ഷം പേര് കണ്ട് 10-300 ചിലപ്പോൾ $1,000 കയറിയിട്ടുണ്ടാവും. 10-50,000-80,000 റുപ്യൊക്കെ കിട്ടിയതായിരുന്നു, പോയില്ലേ? കമ്പനിയിൽ മാറ്റി വീണ്ടും ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 1.5 ലക്ഷം വ്യൂ ആയുള്ളൂ. ഇനി കയറൂല, എല്ലാവരും കണ്ടുപോയില്ലേ? നിൻ്റെ എത്ര വലിയ പിന്താങ്ങുന്നവരും വീണ്ടും വീണ്ടും നിൻ്റെ വീഡിയോ ഒന്നും കാണൂല മോനെ. മമ്മൂട്ടിൻ്റെ പടമൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. നിൻ്റെ വീഡിയോനൊന്നും റിപ്പീറ്റ് വാല്യൂ ഒന്നും ഇല്ല. അപ്പോൾ അത് നീ അറിയണം, ആ വേദന നീ അറിയണം. കഷ്ടപ്പെട്ട് സിനിമ ഉണ്ടാക്കുന്ന തൻകുഞ്ഞിനും കാക്കക്ക് പൊൻകുഞ്ഞ് തന്നെയാണ്. കഷ്ടപ്പെട്ട് സിനിമ ഉണ്ടാക്കുന്ന ടർബോ പോലുള്ള സിനിമയൊക്കെ വൈശാഖിനെ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവസാനത്തെ മോൺസ്റ്റർ പൊളിഞ്ഞു പോയില്ലേ? ഇനി അയാൾക്ക് തിരിച്ചു വരേണ്ട പടമാണ്, തിരിച്ചു വന്ന പടമാണ്. രാജ്ബി ഷെട്ടി, സുനിലിനെ പോലുള്ള കന്നഡയിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ മലയാളത്തിൽ ഡെബ്യൂ ചെയ്ത് രംഗപ്രവേശനം ചെയ്തവരുടെ പടമാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം 100 കോടി പടമാണ്. അഭിമാന പ്രശ്നമാണ്. 4 മാസം മെനക്കെട്ടതാണ്. പ്രേക്ഷകർ പറയുന്ന പോലെ 73ാമത്തെ വയസ്സിൽ 4 മാസം ശരിക്കും കഷ്ടപ്പെട്ടതാണ്, കഷ്ടപ്പെടുത്തിയതാണെന്ന് ഡയറക്ടറൊക്കെ പറയുന്നുണ്ട്. പ്രേക്ഷകരത് അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ കുരുപൊട്ടുമ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഇനി ഒന്ന് ചിന്തിക്കുന്നത് നീയും നിന്നെപ്പോലുള്ളവർക്കും നന്നായിരിക്കും എന്ന് ഈ ഒരു പാഠം തെളിയിക്കുന്നു. 10-40 കൊല്ലമായി സിനിമയിലുള്ള ആളാണ് മമ്മൂട്ടി. അത് മലയാളികൾക്ക് ഉണ്ടാക്കിയൊരു വിശ്വാസമുണ്ട്. മലയാളികളുടെ സ്വകാര്യ അഭിമാനം, സ്വകാര്യ അഹങ്കാരം തലമുറകളായിട്ട്. മമ്മൂട്ടിയും ഒക്കെ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് നീയും ഞാനൊന്നും ജനിച്ചിട്ട് പോലുമില്ല. അപ്പം മമ്മൂട്ടി കമ്പനി ഉണ്ടാക്കിയ ഈ അടുത്ത കാലത്തായി മമ്മൂട്ടി പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് മമ്മൂട്ടി കമ്പനി ഉണ്ടാക്കിയ മണിമുത്ത് പോലുള്ള 4 പടങ്ങളുണ്ട്. കാതൽ, റോഷാക്ക്, കണ്ണൂർ സ്ക്വാഡ്, നൻപകൽ നേരത്ത് മയക്കം, ഇപ്പം ടർബോ. അതിൽ പലതിനും കാതലിനും നീ നെഗറ്റീവായിരുന്നു പറഞ്ഞിരുന്നത്. ഭീഷ്മപുരം മുമ്പ് നീ നെഗറ്റീവായിരുന്നു പറഞ്ഞിരുന്നത്. പടം കത്തിക്കയറി, അത് വേറെ വിഷയം. അപ്പോൾ അത് ജനങ്ങളിൽ ഉണ്ടാക്കിയ തകർക്കാൻ പറ്റാത്ത വിശ്വാസം, മലബാർ സിമെൻറ്റിനെ കൊണ്ട് പറഞ്ഞതുപോലെ തകർക്കാൻ പറ്റാത്ത വിശ്വാസം നീയും നിന്നെപ്പോലുള്ളവരും വിചാരിച്ചാൽ തകർക്കാൻ പറ്റൂല എന്ന് ആദ്യം മനസ്സിലാക്ക്. ഒരുപാട് ഫാൻസ് ഉള്ളവരാണ് ഇവരൊക്കെ. ഒരുപാട് ഫാൻസ് അല്ലാത്തവരും ഉണ്ട്, കുടുംബങ്ങളും പ്രേക്ഷകരും സ്ത്രീകളും ഒക്കെ, കുട്ടികളും ഇപ്പോഴത്തെ കുട്ടികളും ഒക്കെ.
എന്തായാലും മമ്മൂട്ടി കമ്പനി ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ച് ചെയ്തത് വൻ സംഭവമായി. അശ്വന്ത് ഗോക്ക് ടെർബോൻ്റെ തമ്പനയിൽ മാത്രമല്ല, അവൻ്റെ സകലം അടപടലം വീഡിയോസിൻ്റെയും തമ്പനയിൽ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ചെന്ന് നോക്കിയാൽ കാണാം, വേണം നോക്കിക്കോ. എല്ലാ വീഡിയോസും ആദ്യം തൊട്ട് 400 വീഡിയോസ് ഉണ്ട്, എല്ലാത്തിനും തമ്പനയിലുണ്ടായിരുന്നു. എല്ലാത്തിനും സിനിമൻ്റെ ഫോട്ടോസായിരുന്നു ഉപയോഗിച്ചത്. ഇനി പണി വന്നാലോ, ഭാവിയിൽ വരുന്ന പണിക്ക് ഒരു മുഴ മുമ്പേ അശ്വന്ത് ഗോക്ക് സകല വീഡിയോൻ്റെയും തമ്പനയിൽ റിവ്യൂ ചെയ്ത് ഷബാഷ് മമ്മൂട്ടി കമ്പനി ഷബാഷ്. പേര് കാർപ്പറ്റ് ബോംബിങ്, റിവ്യൂ ബോംബിങ് എന്ന് പറഞ്ഞ് കോടതിയിലും മറ്റേതും ഹർജിയും പെറ്റീഷനും കേസും കൊട്ടേഷനൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധി ഇതുവരെ ആർക്കും തോന്നിയിട്ടില്ലായിരുന്നു. ജോസേട്ടായി പൊളിച്ചുവിട്ടാ. വിലയേറിയ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ച് എനിക്ക് നിന്നെ മറ്റു പലതും വിളിക്കാൻ ഇങ്ങനെ തരിച്ചു വരുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിമാനവും അന്തസ്സും എൻ്റെ വ്യൂവേഴ്സിൻ്റെ അഭിമാനം അന്തസ്സും യൂട്യൂബിൻ്റെ പോളിസിയും ബാധിച്ച് ഞാനത് ചെയ്യുന്നില്ല കേട്ടോ. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. മലയനോട് തൊടുത്തു മരിച്ച എൻ്റെ അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവിറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോൾ മോഹിച്ച പെണ്ണും തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാത്ത ചങ്ങാതിയും എന്നെ തോൽപ്പിച്ചു. അംഗംപുറ കൊണ്ടും ആയുധബലം കൊണ്ടും സിനിമ കൊണ്ടും ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവൻ ആരുമില്ല. മടങ്ങിപ്പോ മക്കളെ, മടങ്ങിപ്പോ.